നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ അയാളുടെ ജീവന്റെ വിലയായിരിക്കാം. പറ്റിയ തെറ്റിനെ മനഃപൂർവ്വമായി മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കൂടി ശ്രമിച്ചാലോ ആ തെറ്റ് എത്ര വലിയ കുറ്റകൃത്യമായി മാറും? റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്തെ 8 വയസ്സുകാരി പേവിഷബാധയേറ്റു മരിച്ചതിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും 3 ഡോക്ടർമാർക്കുമെതിരെ കേസ്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പുനലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അശ്രദ്ധമായും ഉദാസീനമായും ചികിത്സ നൽകിയതിനാണ് ഡോക്ടർ ദേവി ലക്ഷ്മി, ഡോക്ടർ അംജിത, ഡോക്ടർ ജയസൂര്യ എന്നിവർക്കെതിരെ കേസെടുത്തത്. ചികിത്സാ പിഴവ് മറച്ചുവെച്ച് തെളിവ് നശിപ്പിച്ചതിനാണ് സൂപ്രണ്ട് KR സുനിൽകുമാറിനെതിരെ കേസെടുത്തത്. ഗോകുൽനാഥിനോട് വിവരങ്ങൾ ചോദിക്കാം. ഗോകുൽ, ഒരു ഡോക്ടറിന്റെ മുന്നിൽ ചികിത്സയ്ക്കായി നമ്മൾ ഓരോരുത്തരും പോകുന്നത് എത്രമാത്രം വിശ്വസിച്ചാണ്? നമ്മുടെ ജീവനാണ് അവരുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതിന് യാതൊരു കുറവും വരുത്താതെ, ഒരു കുറ്റവും വരുത്താതെ, ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ ജീവൻ അവർ തിരിച്ചു നൽകുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും ചികിത്സയ്ക്കായി പോകുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും ഒരു വിശ്വാസം ആ ഡോക്ടർമാർക്ക്, ആ ഒരു ആശുപത്രിയുടെ മേൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഡോക്ടർ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? 2025 നടന്ന സംഭവത്തിൽ ഇപ്പോഴാണ് കേസ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പുനലൂർ പോലീസിന് മുൻപിൽ ആദ്യമേ കുട്ടിയുടെ അമ്മ ഈ വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ കേസെടുക്കാൻ പുനലൂർ പോലീസ് തയ്യാറായില്ല. തുടർന്ന് ഇപ്പോൾ കോടതിയുടെ ഉത്തരവിന്മേലാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തെന്നുള്ളതാണ്. 2025 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് കുന്നിക്കോട് സ്വദേശിനിയായിട്ടുള്ള 8 വയസ്സുകാരി നിയ ഫൈസലിന് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. വീടിന്റെ മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയെ തെരുവുനായ കടിക്കുകയും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഈ സമയത്ത് പ്രാഥമികമായി ചികിത്സ നൽകേണ്ടത് ഇമ്മ്യൂണോഗ്ലോബിൻ അടക്കമുള്ള മരുന്നുകൾ നൽകുന്ന ചികിത്സയുണ്ട്. ഈ സമയത്ത് ഇമ്മ്യൂണോഗ്ലോബിൻ നൽകിയതിൽ കൃത്യമായ വിലോപമുണ്ടായി എന്ന് കാട്ടിക്കൊണ്ട് മാതാവ് വന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലും അതേപോലെ തന്നെ പുനലൂർ പോലീസിനും പരാതിയും ഒക്കെ നൽകുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴും പുനലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഈ FIR ഇടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പിന്നീട് സിരിജഗൻ കമ്മിറ്റിക്ക് മുൻപിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വന്നു. പുനലൂർ മജിസ്ട്രേറ്റിന് മുൻപിൽ ഈ കേസ് എത്തുകയും തുടർന്ന് പുനലൂർ മജിസ്ട്രേറ്റ് ഇപ്പോൾ നിലവിൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതടക്കമുള്ള അമ്മയ്ക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നടത്തുന്ന വിധങ്ങളും ഒക്കെ അറിയാം. ആ സമയത്ത് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മ്യൂണോഗ്ലോബിൻ നൽകുന്ന കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ നൽകിയതിൽ ചില ചികിത്സാ പിഴവുകൾ അടക്കമുണ്ട്. അതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. 2025 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിൽ നിയ ഫൈസൽ മരണത്തിന് കീഴടങ്ങുന്നത്. തുടർന്ന് അമ്മ ഹബീറ കോടതി അടക്കം സമീപിക്കുകയും ഈ വിഷയത്തിൽ അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വിഷയത്തിൽ ഈ ആശുപത്രി സൂപ്രണ്ടിനടക്കം ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രാഥമികമായി ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഈ ഡോക്ടർമാർ കുട്ടിക്ക് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അമ്മ വിവരാവകാശ രേഖ പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് മുൻപിലേക്ക് കൊടുത്തതാണ്. പക്ഷെ അപ്പോഴും ഈ രേഖകൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു ശ്രമം, ഡോക്ടർമാരെ സംരക്ഷിക്കാനുള്ള ശ്രമം ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അതേപോലെ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ ഡോക്ടർ ദേവി ലക്ഷ്മി, ഡോക്ടർ അംജിത, ഡോക്ടർ ജയസൂര്യ എന്നിവർക്കെതിരെയും മാത്രമല്ല ചികിത്സയുടെ വിവരങ്ങൾ പൂർണ്ണമായും മറച്ചുവെച്ച് ചികിത്സാ പിഴവ് മറച്ചുവെക്കുകയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെ ആശുപത്രി സൂപ്രണ്ട് KR സുനിൽകുമാറിനെതിരെയുമാണ് ഇപ്പോൾ നിലവിൽ പുനലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം 2025 നടന്ന ഒരു സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് കോടതിയുടെ ഉത്തരവിന്റെ പുറത്താണ് എന്നുള്ളതാണ്. അപ്പോഴും ഇത്രത്തോളം കാലം വൈകി കുട്ടിയുടെ മരണവും കഴിഞ്ഞ അതിൽ അശ്രദ്ധ കാണിച്ച, ചികിത്സാ പിഴവ് വരുത്തിയ ഈ ഡോക്ടറും തെളിവുകളെല്ലാം നശിപ്പിക്കാനും ഈ വാർത്ത തന്നെ പുറത്തു വരാതിരിക്കാനും ശ്രമിച്ച ആ സൂപ്രണ്ടും ആരോഗ്യ സംവിധാനത്തിനാകെ നാണക്കേടാണ്, ഡോക്ടർ സമൂഹത്തിനാകെ നാണക്കേടാണ്.